ഹലോ എവരി വൺ. ഓൾ ഇന്ത്യ റാങ്ക് 5136 കിട്ടിയ റിസയാണ് ഇന്ന് നമ്മുടെ സൈലം അവാർഡ്സിൽ നമുക്ക് ഇവിടെ കൂടെയുള്ളത്. റിസയോട് ചോദിക്കാം, എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള കോളേജ് ലൈഫ്, അതുപോലെ എങ്ങനെയായിരുന്നു ഒരു വർഷത്തെ റിസയുടെ പ്രിപ്പറേഷൻ, ഇതൊക്കെ നമുക്ക് റിസയോട് നമുക്ക് ചോദിക്കാം. സോ റിസ, ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത്? ഞാനിപ്പോ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. എങ്ങനെയുണ്ട് ക്യാമ്പസ് ഒക്കെ? ഉഷാറാണോ? ക്യാമ്പസ് ലൈഫ് അടിപൊളിയാണ്. കോളേജ് എന്ന് പറയുമ്പോൾ വേറെ വൈബ് തന്നെയാണ്. നമ്മൾ ഈ എൻട്രൻസ് പ്രിപ്പറേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഫ്രീഡം ആണ്. ഓക്കെ, എല്ലാ കുട്ടികളും മെസ്സേജ് അയക്കുന്ന കാര്യമാണ്, നമുക്ക് ഇപ്പൊ പഠിക്കാൻ സമയമില്ല, കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, കോളേജ് ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറൊരു മോഡാണെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെയാണോ? അത് ശരിയാണ്. കാരണം പഠിത്തവും ഈ ആക്ടിവിറ്റീസ് എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ കുറച്ചധികം കഷ്ടപ്പെടും നമ്മൾ. ശരിക്കും പറഞ്ഞാൽ കോളേജ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു പഠിത്തം എന്നുള്ള സൈഡ് മാത്രമല്ല, നമുക്ക് ടൈം മാനേജ്മെന്റും റിസോഴ്സ് മാനേജ്മെന്റും ഒക്കെ നമ്മളെ മാനേജ് ചെയ്യാൻ കേപ്പബിൾ ആവാന്നുള്ളത് കൂടിയാണ് കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ? നമുക്ക് ഒരു ഓൾ ഇന്ത്യ റാങ്ക് 5136 എന്ന് പറഞ്ഞ ഒരു ചെറിയ റാങ്ക് അല്ല. കേരള റാങ്ക് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? കേരള റാങ്ക് 403. ഓക്കെ, സോ ദാറ്റ് ഇസ് എ റിയലി അമേസിംഗ് റാങ്ക്. അപ്പൊ അങ്ങനത്തെ ഒരു റാങ്കിലേക്ക് റിസ എത്തിയില്ല. റിസക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഞാൻ സൈലം ഇന്റഗ്രേറ്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ 2 ഇയേഴ്സ് പ്രിപ്പറേഷൻ. പിന്നെ ഇന്റഗ്രേറ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഫാക്കൽറ്റിയാണ്. എനിക്ക് സൈലത്തെ ഫാക്കൽറ്റി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ. ശരിക്കും നമുക്കൊരു ഫ്രണ്ടിനെ പോലെ നമുക്ക് ഒപ്പം നമുക്ക് മനസ്സിലാവാത്ത ടോപ്പിക്സ് ഒക്കെ എത്ര ചോദിച്ചാലും പറഞ്ഞു തരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഫാക്കൽറ്റി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിത്തത്തിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അവസാനിച്ച GIB എക്സാംസ്, പിന്നെ മോഡൽ എക്സാംസ് എല്ലാം എഴുതിയപ്പോൾ അവസാനം നമുക്ക് നീറ്റ് എങ്ങനെയാവും എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ പോയി എഴുതി. പക്ഷെ അപ്പൊ 2 വർഷത്തെ ഫസ്റ്റ് ടൈം ക്രാക്കിംഗ് ആണ്. അപ്പോ അതായത് സാധാരണ എല്ലാ ആൾക്കാരും നീറ്റ് ഭയങ്കര ടഫാണ്, നീറ്റ് നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, കുറെ പ്രിപ്പറേഷൻ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ച് വെറും 2 വർഷം കൊണ്ട് സാധാ +1 +2 തന്നെ നീറ്റ് ക്രാക്ക് ചെയ്ത ഒരാളാണ് റിസ. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെക്ടിക് ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് ആക്ച്വലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഷെഡ്യൂളിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന പോർഷൻസ് തന്നെ ആക്ച്വലി നീറ്റിനുള്ളൂ. അത് നമ്മൾ ഒരു ടൈം ടേബിൾ ഇട്ട് നമ്മൾ ഈ നടക്കുന്ന എല്ലാ ചെറിയ എക്സാംസിനും ഒരു വലിയ എക്സാം പോലെ പ്രിപ്പയർ ചെയ്തിട്ട് അത് വഴിയാക്കി എഴുതി നമുക്ക് നല്ല മാർക്കിൽ എത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നീറ്റ് എന്തായാലും ഒരു ഷോർട്ട് ഗോളിനോട് കൂടെ തന്നെ ഒരു ലോങ് ടേം ഗോൾ മുൻപിൽ കൊണ്ടുകൊണ്ട് പ്രശ്നം മുൻപോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, റിവിഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ അവസാനം ഇപ്പൊ ഏറ്റവും കുട്ടികൾ ഇപ്പൊ നിലവിലൊക്കെ +2 പഠിക്കുന്ന കുട്ടികളൊക്കെ പറയുന്നത് സാർ സമയമില്ല, കാരണം ലാബ് എക്സാം വരുന്നുണ്ട്, ബോർഡ് എക്സാം ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, സ്കൂളത്തെ ആക്ടിവിറ്റി വേറെ നടക്കുന്നുണ്ട്, ഇതിന്റെ കൂടെ നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള ഒരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പൊ റിവിഷൻ, കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈഡ് വരുന്ന റിവിഷൻ. എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവസാനത്തെ മൊമെന്റിൽ അത് പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യാൻ നമുക്ക് വരണം. അപ്പൊ ആ റിവിഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ സത്യം പറഞ്ഞ എന്റെ ബോർഡ് എക്സാംസ് നീറ്റിന്റെ റിവിഷൻ പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. നീറ്റ് കുറച്ച് എക്സ്ട്രാ പഠിക്കാണ്ട് ഒബ്വിയസ്ലി, ബട്ട് ഓൾമോസ്റ്റ് സെയിം സിലബസ് ആയതുകൊണ്ട് ഞാൻ ബോർഡ് എക്സാംസിന് പഠിക്കുന്നത് നീറ്റ് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബോർഡ് എക്സാംസിന് പഠിക്കേണ്ടത്. പിന്നെ പ്രാക്ടിക്കൽ സിലബസ് നീറ്റിനുണ്ട്, അതും അതേപോലെ തന്നെ MCQ ബേസ്ഡ് ആയിട്ട് പ്രാക്ടിക്കൽസും കൂടി നമ്മൾ മര്യാദക്ക് നോക്കി പഠിച്ചാൽ, ഇപ്പോൾ കെമിസ്ട്രിയുടെ സോൾട്ട് എല്ലാം നമ്മൾ MCQ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലും കൂടി ആയിട്ട് പഠിച്ചാൽ നമുക്ക് ബോർഡ് എക്സാംസിന്റെ ഒപ്പം ആക്ച്വലി നീറ്റിനും പഠിക്കാനുള്ളേ ഉള്ളൂ. അതായത് രണ്ടും രണ്ടായി കാണണ്ട, ഒന്നായി കാണുക. നമ്മുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുക. അപ്പൊ രണ്ടും ബേസിക്കലി നല്ല മാർക്കിലേക്ക് എത്തും. ബോർഡ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ബോർഡ് എക്സാം അത്യാവശ്യം നല്ല മാർക്കിലോട്ട് എത്താൻ പറ്റും. ഇതൊരു എന്താ പറയാ, ഒരെണ്ണം കയറിയ ഒരെണ്ണം കുറയുകയും ചെയ്യുന്ന സംഭവമല്ല. നമ്മൾ ഒരു പ്രിപ്പറേഷൻ നമുക്ക് എല്ലാ രീതിയിലും ഒരു അൾട്ടിമേറ്റ് റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുള്ളതിന്റെ പ്രൂഫ് കൂടിയാണ് റിസ പറയുന്നത്. അപ്പൊ ഇത്തവണ നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളോട് റിസക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഇപ്പൊ +2 പഠിക്കുന്നവരുണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, അപ്പൊ ഇവരോടൊക്കെ റിസക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം നീറ്റ് ടഫായിരുന്നു, ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തതാണ്. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നെങ്കിൽ 2025 പോലെ ഭയങ്കര ടഫായിരിക്കും, അല്ലെങ്കിൽ 2024 ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാ ലെവലിലുള്ള പ്രിപ്പറേഷനും ചെയ്തിട്ട് തന്നെ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവാ. പിന്നെ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്, അതെനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. എനിക്ക് അവസാനമായിട്ട് കുറെ ടെൻഷൻ വന്നായിരുന്നു, അത് കാരണം എന്റെ മാർക്കിൽ ചെറിയൊരു വേരിയേഷൻ വന്നു. പക്ഷെ ടെൻഷൻ നിങ്ങൾ അടിക്കരുത്. നിങ്ങൾ കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങളുടെ 100% എഫേർട്ട് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വർഷം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും നമുക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുക്കാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്.